ഈഫൽ ടവറിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ആദ്യം കണ്ട കാഴ്ച ഈഫൽ ടവറിൻ്റെ സുവനിയേഴ്സ് വിൽക്കാനുള്ള ഒരു കൂട്ടം കറുത്ത വർഗ്ഗക്കാരുടെ അതിതീവ്രമായ ശ്രമമായിരുന്നു. സഞ്ചാരികൾക്ക് ചുറ്റും കൂടി അത് വിൽക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഗൈഡുണ്ടല്ലോ റിക്കു, പുള്ളിക്കാരൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ആൾ ഞങ്ങളോട് പറഞ്ഞു, അപകടമാണ്, ഡേഞ്ചറാണ്, അവരുടെ അടുത്തേക്ക് പോകരുത്. കാര്യം നമുക്ക് സോനിയറൊക്കെ കിട്ടുമായിരിക്കും, പക്ഷേ എപ്പോഴാണ് നിങ്ങളുടെ ബാഗ് അവർ അടിച്ചുകൊണ്ട് പോകാമെന്നറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും നല്ലത്. സോനിയർ അവിടെ നിന്ന് വയ്ക്കേണ്ട എന്ന് റിക്കു പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നല്ല പേടിയുണ്ടായി. ഞങ്ങൾ അവരിൽ നിന്നും അകന്നു മാറി. ഈ യൂറോപ്യൻ കൺട്രീസിൽ ചെന്നിട്ട് ഇങ്ങനൊരു അനുഭവം നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ കളവാണ്. ശരിക്കും സേഫായിട്ട് അവിടെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ ജാക്കറ്റിൻ്റെ അകത്ത് ഈ ബാഗ് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടായിരുന്നു അവസാനം വരെ ഞങ്ങൾ ട്രാവൽ ചെയ്തത്. ഇതിന് കാരണം എന്താണെന്നറിയോ? അനധികൃതമായിട്ടുള്ള കുടിയേറ്റം മൂലം മറ്റു പല രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും എത്തിപ്പെട്ട പല മനുഷ്യരാണ് ഇവിടെ കളവുകൾ നടത്തുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല കള്ളും കഞ്ചാവും ഒക്കെ അവിടെ ലീഗലാണ്. നിങ്ങൾക്കറിയാലോ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് വാങ്ങിക്കാമെന്നാണ് എടുത്ത് നോക്കുന്നത്. അതിനുവേണ്ടി ജോലി ചെയ്തൊന്നും അല്ലെങ്കിൽ വലിയ പഠിപ്പുള്ള ആൾക്കാരൊന്നുമല്ല, അതിനുവേണ്ടി അവരെന്തും ചെയ്യും. മാത്രമല്ല യൂറോപ്പിലൊന്നും പഠിക്കണമെന്നോ അല്ലെങ്കിൽ പഠിച്ച് വലിയ ജോലി നേടണമെന്നോ ഡിഗ്രി നേടണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നൈസായിട്ട് വിദ്യാഭ്യാസമൊക്കെ ഫ്രീ ആണ് കുട്ടികൾക്ക്. നൈസായിട്ട് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കുക, പെരുമാറാൻ പഠിക്കുക, എണ്ണാൻ പഠിക്കുക, വായിക്കാൻ പഠിക്കുക, സംസാരിക്കാൻ പഠിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ അവിടെ. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ അവിടെ പോയി പഠിക്കണേന്നറിയോ? ഇവിടെ പഠിക്കുന്നതിൻ്റെ 4-1 ഉള്ളൂ ഇവിടെ പഠിക്കാനായിട്ട്. ഇനി പഠിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് വിവരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ തക്കിട തരികിട ജോലികളൊക്കെ ചെയ്തിട്ട് അവിടെയുള്ള ആൾക്കാർ ജീവിക്കും. കാരണം ചെറിയ ജോലികൾ ചെയ്താലും ഭയങ്കര ശമ്പളം, കുറച്ച് സമയം ചെയ്താൽ മതി, 4-5 മണിക്കൂർ വർക്ക് ചെയ്താൽ മതി. എന്തൊക്കെയോ ജോലി എന്നറിയോ? പബ്ലിക് ടോയ്ലറ്റ് കഴുകുക, അതുപോലെ ഹോട്ടലുകളിൽ വെയിറ്ററായിട്ട് നിൽക്കുക, മേശ തുടയ്ക്കാൻ നിൽക്കുക, ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു ജോലികൾ. മുറ്റടിച്ച് വരും. ഇതിനൊന്നും അവിടെ ആളെ കിട്ടില്ല, പക്ഷേ ഭയങ്കര സാലറിയാണ്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് പെർമനൻറ്റ് റെസിഡൻസ് കിട്ടിയെന്ന് വിചാരിച്ചോ. പെർമനൻറ്റ് റെസിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാരണം അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു ജോലി ഇല്ലെങ്കിലും ഗവൺമെൻറ് ജീവിക്കാനുള്ള സാലറി കൊടുക്കും. അതാണ് ഈ PR കിട്ടാൻ എല്ലാവരും ഒരുപാട് ആനുകൂല്യങ്ങളാണ് ശ്രമിക്കണേ. അപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് ഒരു ജോലി ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഞങ്ങൾ അവിടുന്ന് വരുമ്പോഴേ ഞങ്ങൾ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പുറത്തേക്ക് മേശയും കസേര ഇറക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ വന്നിരുന്ന് ഒരു ബിയറിൻ്റെ ഗ്ലാസ്സിൽ വെച്ച് വലിയൊരു ഗ്ലാസ്സിൽ ബിയർ വെച്ചിട്ട് ഇടയ്ക്ക് എന്തൊക്കെയോ കഴിക്കാൻ വെച്ചിട്ടുണ്ട്. ഭയങ്കര വെറൈറ്റി സാധനങ്ങളാണ് വെച്ചിട്ട് സന്തോഷമായിട്ട് ആളുകൾ വന്നിരുന്ന് നൈസായിട്ട് ആ ബിയർ കുടിച്ച് ഫുഡ് കുറച്ച് കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരു പാത്രം ചോറ് തിന്നു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കൊക്കെ പോട്ടെ, സെക്കൻഡുകൾക്കൊക്കെ നമ്മളത് വാരി തിന്നിട്ട് അടുത്ത പണിക്ക് പോകില്ലേ? അവിടെ ആർക്കും ഒരു തിരക്കുമില്ല. അതല്ലേ രസം. ഇതാണ് ശരിക്കും യൂറോപ്പിൻ്റെ കൾച്ചർ. അവിടെ എപ്പോഴെങ്കിലും സെലിബ്രേഷൻ, ജീവിതം ആഘോഷിച്ചു കൊണ്ടേയിരിക്കുക. കള്ള് കുടിക്കേണ്ടവർക്ക് കുടിക്കാം, ലഹരി അടിക്കുന്നവർക്ക് അടിക്കാം, നശിച്ചു പോയാൽ ആർക്കും ഒന്നുമില്ല, നിങ്ങൾ നശിച്ചു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ പ്രായമായവർക്ക് അവിടെ യാതൊരു പ്രാധാന്യമില്ല. ജീവിക്കാൻ കഴിയുന്നിടത്തോളം അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഈ 3 കാലുള്ള വണ്ടിയൊക്കെ ഞങ്ങൾ അവിടെ കണ്ടു. അതായത് മാക്സിമം നമുക്ക് നടക്കാവുന്നിടത്തോളം നമുക്ക് നടന്നൊക്കെ പോകാം, ഇത് ഉന്തി നടന്നൊക്കെ പോകാം. അത് കഴിഞ്ഞ് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെ തയ്യാറാക്കിയ വൃദ്ധസദനങ്ങളുണ്ട്, അവിടെ പോവാം. അവിടെയും ഭയങ്കര സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ പിന്നെ കുടുംബത്തിൻ്റെ ആവശ്യം എന്താ? ഭാര്യനെ ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കേണ്ട ആവശ്യം എന്താ? മക്കളുടെ ആവശ്യം എന്താ? മക്കളുടെ ഈ കുടുംബത്തിൻ്റെ കൂടെയൊക്കെ താമസിക്കേണ്ട ആവശ്യം എന്താ? അപ്പോൾ വേണമെങ്കിൽ താമസിക്കാം, നമ്മുടെ താല്പര്യം ഉണ്ടെങ്കിൽ താമസിക്കാം. എന്ന് വെച്ചാൽ കുടുംബമായിട്ട് ജീവിക്കണവരില്ല എന്നല്ല ഞാൻ പറയണേ കേട്ടോ. എന്നൊരു കൾച്ചറാണ് പറഞ്ഞത്. 18 വയസ്സ് കഴിഞ്ഞാൽ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് അവിടുത്തെ ഒരു വെപ്പ്. മനസ്സിലായോ? എന്താലേ. മാത്രമല്ല 18 വയസ്സ് കഴിഞ്ഞാണ്ടല്ലോ വീട്ടിൽ താമസിക്കാൻ പാടില്ല, അവിടെ നിന്ന് പൊക്കോളണം, സ്വന്തമായിട്ട് സമ്പാദിച്ച് ജീവിച്ചോളണം. ഇനി വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പം ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടൊക്കെ വീട്ടിൽ കൊണ്ടുവരും, അവനവൻ്റെ കിടപ്പറയിൽ കയറ്റി ചെയ്ത് വയ്ക്കും. അതിനൊന്നും പാരൻസ് ഒന്നും പറയില്ല എന്നാണ് പറയണത്. കാരണം അവർ വലുതായി, അവരുടെ പാടായി, അവർ ജീവിക്കട്ടെ എന്നുള്ളതാണ്. എന്താല്ലേ. ഇനി കുറച്ച് പേരുടെയൊക്കെ കൂടെ കറങ്ങി നടന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പങ്കാളിനെ അവർ സ്ഥിരമായിട്ട് സെലക്ട് ചെയ്യും. ചിലപ്പോൾ ആ സമയത്ത് പെൺകുട്ടി ഗർഭിണിയായിരിക്കും കേട്ടോ, ചിലപ്പോൾ കുട്ടിയായിട്ടുണ്ടാവും. ഒരു കുടുംബജീവിതം തുടങ്ങാമെന്ന് പരസ്പര ധാരണയിൽ ചിലരെങ്കിലും എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ അവർ വിവാഹത്തിനായിട്ട് അച്ഛനോട് പോയി പറയും, പള്ളിയിൽ വെച്ച് കൂടും, ആഘോഷമായിട്ട് കല്യാണം നടക്കും. പിന്നീട് അവരങ്ങോട്ട് കുടുംബമായിട്ട് ജീവിക്കുന്നു എന്നാണ് പറയണത്.
നമ്മുടെ ഇപ്പോഴത്തെ വിവാഹത്തിൽ, അതായത് ക്രിസ്ത്യൻ വിവാഹത്തിൽ വധുവിൻ്റെയും വരൻ്റെയും കൂടെ അണിയിച്ചൊരുക്കിയ കുട്ടികൾ നിർത്തുന്നത് കണ്ടിട്ടില്ലേ? പാശ്ചാത്യ രാജ്യങ്ങൾ നിർത്തുന്ന അവരുടെ തന്നെ മക്കളായിരിക്കും മിക്കവാറും കേട്ടോ. നമ്മളത് അനുകരിക്കുന്നേ ഉള്ളൂ, നമ്മുടെ കുട്ടികളല്ലേ നമ്മൾ നിർത്തുന്നത്. ഓക്കെ, വിചിത്രമായ ആചാരങ്ങൾ അല്ലേ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു അല്ലേ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ, ഇനി എന്നെ എടുത്തിട്ട് അടിക്കാൻ വരരുത്, ഞാൻ കണ്ട കാര്യം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നമ്മുടെ മക്കളൊക്കെ എന്തിനാണ് ഈ യൂറോപ്പിലേക്ക് ഇങ്ങനെ ഓടി ഓടി പോകുന്നതെന്ന് അറിയാമോ? ഇവിടുത്തെ അത്രയൊന്നും അവിടെ പഠിക്കണ്ട. പഠിച്ചു കഴിഞ്ഞാലും കുറച്ച് സമയം ജോലി ചെയ്താൽ മതി, വേഗം ജോലി കിട്ടുകയും ചെയ്യും, നല്ല ശമ്പളം കിട്ടും. ഇനി പെർമനൻറ്റ് റെസിഡൻ്റ് ആണെങ്കിൽ ഒരുപാട് അവകാശങ്ങളും ജോലി ഇല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കും. ജീവിതത്തെ അടിപൊളിയാണ്. കള്ളും കഞ്ചാവും സുലഭമായിട്ട് കിട്ടും. സ്ത്രീ വിഷയത്തിലും ബാഹുക്ഷേമം തന്നെ. നിയന്ത്രിക്കാനായിട്ട് കാരണവന്മാരുമില്ല. ഇനി അപ്പനപ്പൂമാരെ അമ്മാനപ്പനെയും അമ്മായിമ്മയൊക്കെ നോക്കി ജീവിതകാലം മുഴുവൻ നാട്ടിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് അവിടുത്തെ കൾച്ചർ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പരസ്പര ബഹുമാനത്തോടെ പെരുമാറാനും ചുറ്റുപാട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അവർ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ പഠിക്കണ്ട, നമുക്ക് അനുകരിക്കത്തക്ക മാതൃകകൾ നമുക്ക് പഠിക്കാമല്ലോ. ഓക്കെ, ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം ആയിട്ടുള്ള 35,000 ബോക്സ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മൊനാലിസ, അതായത് ഡാവിഞ്ചിയുടെ ചിത്രം മൊനാലിസ വർക്ക് സൂക്ഷിച്ചിട്ടുള്ള മൊനാലിസ സൂക്ഷിച്ചിട്ടുള്ള ലിവർ മ്യൂസിയത്തിലേക്കാണ് നിങ്ങളുടെ ഈ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത്. ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ഈഫൽ ടവർ കണ്ടതിന് ശേഷം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇന്ത്യൻ ഫുഡായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചതുപോലെ. ലാസ്റ്റ് മാംഗോ ജ്യൂസ് വന്നു, അങ്ങനെ അതും ഞങ്ങൾ കുടിച്ചു. പാത്രത്തിൽ ഫുഡൊക്കെ സെർവ് ചെയ്ത് വളരെ നീറ്റായിട്ടായിരുന്നു. ഗ്ലാസ്സൊക്കെ കണ്ടോ, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പോഴേക്കും അടുത്ത ട്രിപ്പ് ആൾക്കാർ അവിടെ വന്നിറങ്ങി. സിട്രസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അതിനകത്ത് കൂടുതലും നമ്മുടെ കർണാടക, തമിഴ്നാട് എന്നുള്ള ആൾക്കാരായിരുന്നു കേട്ടോ കൂടുതലും, ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഗ്രൂപ്പ് വന്ന് കയറി, അവർക്കുള്ള ഫുഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതവർ കഴിക്കുന്നു. അങ്ങനെ ആ ഫുഡ് അങ്ങ് കംപ്ലീറ്റ് ആക്കി. അടുത്ത് നമ്മൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം പാരീസിലുള്ള ലുവർ മ്യൂസിയത്തിലേക്കാണ്. ഇതും ഒരു ഭയങ്കര കാഴ്ചയായിരുന്നു. ഒരു പണ്ടത്തെ ഒരു കൊട്ടാരം എടുത്തിട്ട് ആ കൊട്ടാരത്തിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തി അവിടെയാണ് ഈ വർക്കുകൾ മുഴുവൻ സൂക്ഷിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് മൊനാലിസ എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു. ഇങ്ങനെ താഴത്തെ നിലയിലാണ് വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഈ എസ്കലേറ്റർ വഴി നമ്മൾ മുകളിലേക്ക് ചെല്ലണം. ഒരുപാട് സ്ഥലങ്ങൾ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള സഞ്ചാരികളെ നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് ജപ്പാനിൽ നിന്നാണ് കേട്ടോ. നമുക്ക് കണ്ടോ, അതെ, ആ പോകുന്നൊക്കെ ജപ്പാൻകാരെയാണ്. എപ്പോഴും നോക്കിയാലും നമുക്ക് ജപ്പാൻകാരെ കാണാം. ഏറ്റവും കൂടുതൽ ലോകം കാണാൻ ഇറങ്ങി നടക്കുന്നത് ജപ്പാൻകാരാണെന്നാണ് പറയണേ. അതുകൊണ്ട് തന്നെയാണ് ജപ്പാൻ്റെ കുറേ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ട, അറിയാമല്ലോ അല്ലേ? ഇതാ എൻട്രൻസിൻ്റെ ഭാഗമാണ്. അവിടെ വന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇതുപോലെ കുറേ കൊടിജാഥകളുണ്ട്. ഒരു കൊടി മുമ്പിൽ പോകും, ഇതുപോലെ പുറകെ കുറേ ആൾക്കാർ പോകും. അപ്പം ഞങ്ങൾ ക്യാപ്പും ബാഗും ഒക്കെ എടുത്തു. കാരണം ഇനി ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാപ്പും ബാഗൊക്കെ വളരെ നിർബന്ധമാണെന്ന് ഞങ്ങൾക്ക് അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ മാത്രമല്ല, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടിയപ്പം എല്ലാവരും കുറേ പേര് ഫോട്ടോനൊക്കെ പോസ് ചെയ്യാനായിട്ട് പോയി. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഗൈഡിനെയൊക്കെ കിട്ടും. അപ്പോൾ അവിടെ കണ്ടു ഒരു ഗ്ലാസിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, അതൊരു ഇല്ലസ്ട്രേഷനാണ്, ഒരു കൺസ്ട്രക്ഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ തണുപ്പ് ഇത്തിരി കുറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാക്കറ്റ് കുറച്ച് നേരത്തേക്ക് ഊരിയൊക്കെ വെച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് കണ്ടോ, ഒരു ഗൈഡ്, ഒരു മദാമേനെ കാണുന്നില്ലേ? പുള്ളിക്കാരത്തേക്ക് 10-90 വയസ്സുണ്ടെന്ന് തോന്നുന്നു. ആടിയാണ് വന്നത്. കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കായിരുന്നേ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു ഗൈഡിനെ നമുക്ക് കിട്ടും. ഓരോരുത്തർക്കും, അതായത് ഓരോ ഗ്രൂപ്പിനും 2 ഗൈഡിനെ വെച്ച് കിട്ടും. ഇതൊരു റേഡിയോ ആണ് കേട്ടോ. നമ്മുടെ കഴുത്തിൽ തൂക്കാനൊരു റേഡിയോ തരും. അതിൻ്റെ ഹെഡ്സെറ്റ് നമ്മുടെ ചെവിയിൽ ഇരിപ്പുണ്ട്. അവർ ഉറക്കൊന്നും സംസാരിക്കില്ല ഗൈഡ്. 20 പേരിലെ 2 ഗ്രൂപ്പാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചിട്ട് ഞങ്ങൾക്കൊരു ഗൈഡിനെ തന്നു. അപ്പോൾ ഈ ഗൈഡ് തരുന്ന ഈ ഒരു റേഡിയോ, ഒരു ഗൈഡിൻ്റെ കയ്യിൽ 20 റേഡിയോ ഉണ്ടാവും. അപ്പോൾ ആ റേഡിയോ നമ്മുടെ കഴുത്തിൽ തൂക്കിയിട്ടിട്ട് ഈ ഹെഡ്സെറ്റ് നമ്മുടെ ചെവിയിൽ വെക്കും. ഈ ഗൈഡ് പറയുന്നത്, ഗൈഡിൻ്റെ കയ്യിൽ മൈക്കുണ്ട്, മൈക്കിൽ പറയുന്നത് നമുക്ക് ഈ ഹെഡ്സെറ്റിലൂടെ കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജാഥ മാത്രമൊന്നുമല്ല, ഒരുപാട് ജാഥകൾ പോകുന്നുണ്ട്. അപ്പോൾ ഓരോ ട്രൂപ്പുകാരുടെ കയ്യിലും ഇതേപോലെ ഓരോ ഗൈഡും ഓരോ റേഡിയോ ഓരോ ഹെഡ്സെറ്റും ഉണ്ട്. അമ്മ അതാമ്മ പോകുന്ന പോക്ക് നോക്കിയാൽ ഇതൊക്കെ ഒരു ഇല്ലസ്ട്രേഷൻ ആണ് കേട്ടോ. അവരിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഈച്ച് ആൻഡ് എവറിത്തിങ് ആ മ്യൂസിയത്തിലെ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എൻ്റെ ദൈവമേ, അവർക്ക് എന്തൊരു സ്പീഡായിരുന്നു എന്നറിയോ. യൂറോപ്പിലെ വേറൊരു കൾച്ചറാണ്. അവിടെ വാഹനങ്ങളല്ല അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതായത് നടന്ന് തന്നെ പോകണം. നടന്ന് പോകേണ്ടിടത്തേക്ക് നടന്ന് തന്നെ പോകണം, വേറെ രക്ഷയില്ല. പിന്നെയുള്ളത് അന്താരാഷ്ട്ര വാഹനം സൈക്കിളാണ്. എൻ്റെ ദൈവമേ, സൈക്കിളിൽ പോവാത്തവരില്ല, കൊണ്ടുപോകാത്തവരില്ല. എത്ര തരം സൈക്കിൾ കാണണം. 2 കുട്ടികളെ വെച്ച് കൊണ്ടുപോകുന്നു, 3 കുട്ടികളെ വെച്ച് കൊണ്ടുപോകുന്നു, പട്ടിക്കുട്ടിയെ വെച്ച് കൊണ്ടുപോകുന്നു, സാധനങ്ങൾ വെച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ സൈക്കിളിൻ്റെ ഒരു നിര തന്നെയുണ്ട്. പിന്നെ കയറ്റം ഇറക്കമൊന്നുമില്ല കേട്ടോ. അത് അവിടുത്തെ ഒരു ഭൂപ്രകൃതിയുടെ പ്രത്യേകതയാണ്. മിക്കവാറും എല്ലാം നിരപ്പാണ്. അപ്പോൾ നിരപ്പായതുകൊണ്ട് സൈക്കിൾ പോകാൻ എളുപ്പമാണ്. മാത്രമല്ല
സൈക്കിളിനെ പ്രത്യേകം ലൈൻ ഉണ്ട്, സൈക്കിളിനെ കടത്തി വിട്ടിട്ടേ മറ്റു വാഹനങ്ങൾ പോകാവൂ എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമായാലും ഈ നടത്തത്തിന് ആൾക്കാർക്ക് കുറവ് വരുന്നില്ല. അവരുടെ കായികശേഷി ഭയങ്കര ഹൈ ആണ്. പിന്നെ കോൾഡ് ക്ലൈമറ്റ് അല്ലേ, അവർ നല്ല നല്ല സാധനങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ അമ്മാമ്മേനെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച തീരുമാനമായി, ഇവരാണോ നമ്മളിതൊക്കെ കാണിക്കാൻ വരണേന്ന്. ഇതിൻ്റെ അകത്ത് തന്നെ പല സ്ഥലങ്ങളിലും സ്ക്രീൻ വെച്ചിട്ടുണ്ട്. സ്ക്രീനിൻ്റെ അകത്ത് കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇംഗ്ലീഷാണ് പറയുന്നത്, പക്ഷെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഈ പ്രായത്തിലും എത്ര ആവേശത്തോടു കൂടിയാണ് അവർ ആ മ്യൂസിയത്തിൽ ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതെന്നറിയോ. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും എൻ്റെ ദൈവം ഇവരെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ ഓരോ വർക്ക്സിനെ പറ്റിയും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആ കാണുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നടന്ന് 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 നമുക്ക് വയ്യാണ്ടായി. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ കുറേ വർക്കുകളാണ് നമ്മുടെ പള്ളികളിൽ കണ്ടിട്ടില്ലേ, ചില പേർഷ്യൻ നിർമ്മിതികളാണ്, അതല്ലെങ്കിൽ ചിത്രരചനയാണെന്നൊക്കെ പറഞ്ഞ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല രീതിയിലുള്ള വർക്ക്സ് ഇവിടെ ഉണ്ട്. ഗ്രീക്ക് ദേവന്മാരുടെ ഹിസ്റ്ററി, അവരുടെ പ്രതിമകൾ, പിന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ, അതായത് ബൈബിളിൽ ഇല്ലസ്ട്രേഷൻസ് ഒരുപാടുണ്ട്. ഹോളി ബൈബിളിൽ ജീസസ് ക്രൈസ്റ്റ്, അതുപോലെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ബാല്യകാലം മുതൽ കുറേ കാര്യങ്ങൾ, അങ്ങനെ ഒരു വലിയൊരു കൊട്ടാരം ഫുൾ കണ്ടോ, ക്രോസ് കുരിശൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. അതുപോലെ മേരി മാതാവിൻ്റെ പിക്ചർ ഉണ്ട്. ഞാനൊരു വേറൊരു കാര്യം പറയട്ടെ, നമ്മളിവിടെ എത്തിക്കഴിയുമ്പോണ്ടല്ലോ ഇവിടെ കാണുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെയും മദർ മേരിയുടെയൊക്കെ ഫോട്ടോ കാണുമ്പോണ്ടല്ലോ ഭയങ്കര വ്യത്യാസമാണ്. നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ കോമൺലി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ജീസസിൻ്റെയും അതുപോലെ മദർ മേരിയുടെയും പിക്ചർ എന്നൊക്കെ വിട്ടിട്ട്, എസ്പെഷ്യലി ജീസസിൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ ഒക്കെ കണ്ടാൽ നല്ല കുടുകൂടാന്നിരിക്കണം, നല്ല കുമ്പയും വയറും ഒക്കെ ആയിട്ട് പറയാൻ പാടില്ല, എന്നാലും നമുക്ക് കാണുമ്പോഴേ അതുപോലെ എല്ലാവർക്കും യൂറോപ്യൻസിൻ്റെ ചായയാണ്. ജീസസ്, മദർ മേരി, ഇവർക്കൊക്കെ യൂറോപ്യൻസിൻ്റെ ചായയാണ്. നമുക്ക് കാണുമ്പോൾ ദൈവം ഇതെന്താണെന്ന് തോന്നിപ്പോവും. ഇതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കേട്ടോ. അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്തു വെച്ചിട്ടുള്ള ഭയങ്കര എന്താ പറയുക മൂല്യമുള്ള വർക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ അത് മുഴുവൻ അവർ നടന്നു എന്നുള്ളതാണ്. നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കുന്നത് കാണാം. ചിലർ ഹെഡ്സെറ്റൊക്കെ ഊരി വെച്ചു, കാരണം ഇത് കേൾക്കാനുള്ള ക്ഷമയില്ല. എന്ന് വെച്ചാൽ അതിന് മാത്രം ജനങ്ങളും നടന്നിട്ടാണെങ്കിൽ കാല് വേദനിച്ചിട്ടൊരു രക്ഷയില്ല. പിന്നെ നമുക്കൊരു ആശ്വാസം കിട്ടിയത് മൊണാലിസയുടെ പിക്ക് കണ്ടപ്പോഴാണ്. കണ്ടോ, ലിയോനാർഡോ ഡാവിഞ്ചി ചെയ്തിട്ടുള്ള ഒറിജിനൽ വർക്കാണ് കേട്ടോ മൊണാലിസ. നമ്മുടെയൊക്കെ വിചാരത്തിൽ വലിയൊരു പിക്ചറല്ലേ, ഇല്ല, ഒരു കുഞ്ഞു പിക്കാണ്. ഇതിൻ്റെ മുമ്പിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ തിരക്കായിരുന്നു. ഇതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തു ഫോട്ടോ. അവിടുന്ന് നമ്മളെ ഇങ്ങനെ മാറ്റി വിടും. കണ്ടോ, ആളുകൾ നിൽക്കുന്ന നിപ്പ് കണ്ടോ, അവിടുന്ന് ഇങ്ങോട്ട് നമ്മളെ ഇങ്ങനെ തള്ളി മാറ്റി അങ്ങ് കൊണ്ടുപോകും. കണ്ടോ, തള്ളി മാറ്റാനുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. ഒത്തിരി ഒഫീഷ്യൽസ് ഉണ്ട് അതിനകത്ത്. നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് എടുക്കാൻ പോവാം, ഇത്രയും നമുക്ക് പറ്റുള്ളൂ. ഇതൊരു ഭയങ്കര കാഴ്ച തന്നെയായിരുന്നു. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല മൊണാലിസയുടെ ഒറിജിനൽ പിക്ചേഴ്സ് നമ്മൾ കാണുമെന്നുള്ളത്. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന പിക്ചറുമായിട്ട് അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഇത് ഒറിജിനൽ പിക്കായിട്ട് നമുക്ക് കാണാം എന്ന് മാത്രം. അങ്ങനെ തിക്കും തിരക്കും കൂട്ടി അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഞാനും ഒരു ഫോട്ടോ എടുത്തു. ഞാൻ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഒരു ഫോട്ടോ എടുത്തു. ഇതൊക്കെ കണ്ടുവന്ന് നാട്ടുകാരറിയണ്ടേ, എനിക്ക് വയ്യ. പിന്നെ ഇത് ബൈബിളിലെ കുറേ സംഭവ വികാസങ്ങളാണ്. ഇതൊരു ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ നടന്ന് സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് ഇറങ്ങി. എൻ്റെ ദൈവമേ, ലിഫ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഏതൊക്കെ ദിക്കിലാണെന്ന് ഒരു ഐഡിയ ഇല്ല. അത് അന്വേഷിക്കാൻ പോണേന് എന്നെക്കാളും ഭേദം ഈ ഗൈഡിൻ്റെ പുറകെ നടക്കുക എന്നുള്ളതാണ്. ഗൈഡിന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ നഷ്ടപ്പെടും, കാരണം ഒരുപാട് ജാഥകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗൈഡ് ഒരു സ്ഥലത്ത് നിൽക്കും, ഞങ്ങളെ കളക്ട് ചെയ്യും, അങ്ങനെ പോകും. എന്തായാലും അവർക്ക് ഭയങ്കര ആരോഗ്യമായിട്ടൊരു രക്ഷയില്ല, ഒന്നും പറ്റാതിരിക്കട്ടെ. അങ്ങനെ നടന്ന് നമ്മൾ ഏതാണ്ട് ഒരു തീരുമാനം ആവാറായിട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ മദാമേൻ്റെ അടുത്ത് നമ്മൾ താങ്ക്സ് ഒക്കെ പറഞ്ഞ് തിരിച്ച് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ ആ കയറിയ സ്ഥലത്തേക്ക് തന്നെ എത്തി. അവർക്ക് നിൽക്കാൻ വയ്യ, വാഷ്റൂംസൊക്കെ ഉണ്ട് താഴെ. അവിടെയൊക്കെ പോയി എല്ലാവരും വന്നു. ഇനി എങ്ങനെങ്കിലും ബസ് കയറാൻ പറ്റിയാൽ മതി എന്നുള്ളൊരൊറ്റ ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ വെള്ളം കുപ്പിയൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു. നല്ലോണം വെള്ളമൊക്കെ കുടിച്ചു. ഈവൻ തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. എങ്കിൽ പോലും നമുക്ക് വെള്ളം കുടിക്കാതെ പറ്റില്ലായിരുന്നു. നമ്മൾ ക്ഷീണിച്ചു പോയായിരുന്നു. ഈ മ്യൂസിയം കണ്ട് മുഴുവനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അത്രയും ഏരിയ ഉണ്ട്. ഓടി തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു ക്രൂസ് ഷിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈഫൽ ടവറിൻ്റെ മുന്നിൽ നിന്നൊരു റിവർ നമ്മൾ കണ്ടില്ലേ, ആ റിവറിലൂടെയുള്ള ക്രൂസ് ഷിപ്പാണ് ഇത് കേട്ടോ. ഈ ക്രൂസ് ഷിപ്പിലേക്ക് അന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഒരു 5 മണിയോട് കൂടിയിട്ടാണ് ഈ ക്രൂസ് ഷിപ്പ് ജേണിക്ക് ഞങ്ങൾ വരുന്നത്.
ഈ ക്രൂസ് ഷിപ്പിലേക്ക് വരണതും ഈ ഷിപ്പിൻ്റെ ഈ ഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബോട്ട് അത്രേ ഉള്ളൂ, ക്രൂസ് ഷിപ്പ് എന്നാണ് അവർ പറയണത്. അതിൽ അതൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഈഫൽ ടവറിൻ്റെ മുന്നിൽ ഈ റിവറിൻ്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയപ്പോഴേക്കും ഞാൻ അല്ലേ എബൌട്ട് 5 o'clock ആയിട്ടുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴ പെയ്തു. എൻ്റെ ദൈവം, ഈ ചാറ്റൽ മഴ പെയ്തിട്ടുണ്ടല്ലോ, ചെറിയൊരു കാറ്റ്, ഒരു ബ്രീസ് എന്നൊക്കെ പറയില്ലേ, ജെൻറ്റിൽ ബ്രീസ്. ആ ബ്രീസ് അങ്ങനെ അടിച്ചപ്പോഴേക്കുണ്ടല്ലോ ഞാനങ്ങനെ വിറയ്ക്കുവാണ്. എൻ്റെ കയ്യിൽ ഫോണും ഇരിക്കുന്നില്ല, കാല് നിലത്തുറക്കുന്നില്ല. ഞാൻ മക്കളെ വിളിച്ചിട്ട് 2 പേരെ ഞാൻ കെട്ടി അങ്ങ് പിടിച്ചു. അപ്പോൾ മക്കൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഗ്ലൗസ് കരുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ജാക്കറ്റിന് കൈ ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ജാക്കറ്റ് എടുക്കുമ്പം നിങ്ങൾ ഭംഗിയല്ല നോക്കേണ്ടത്, ജാക്കറ്റിന് കോളർ ഉണ്ടോ അതുപോലെ കൈ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാണാൻ ഭംഗിയുള്ള കൈയില്ലാത്ത കോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ഉപകാരവും ഇല്ല. പിന്നെ ഗ്ലൗസ് മസ്റ്റാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് ഗ്ലൗസ് ഉണ്ടെങ്കിലേ യൂറോപ്പിൽ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇതാണ് ഏതാണ്ട് ഇതുപോലെ ഇരിക്കുന്നത്. നമ്മുടെ ബോട്ടല്ല, ഇത് വേറെ ബോട്ടാണ്, ഞാൻ കാണിച്ചു എന്ന് മാത്രം. നമ്മുടെ ബോട്ടിൽ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് നമുക്ക് ഓൾറെഡി ഹോട്ടലിൽ അറേഞ്ച് ചെയ്ത കാരണം കൊണ്ട് ഇവിടെ ഫുഡ് നമ്മൾ എടുത്തില്ല. ഒത്തിരി വലിയ ബോട്ടാണ്, 2 നിലയുണ്ട്, സഞ്ചാരികൾ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാവരും ഇരുന്ന് കാഴ്ച കാണണം. അതുപോലെ ഇങ്ങനെ ഭയങ്കര പ്യുവറായിട്ടുള്ള വാട്ടറിലൂടെ ഒരു പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോവല്ലേ കാഴ്ചയും കണ്ടിട്ട്. എന്ത് രസമായിരുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ മുകളിലത്തെ തട്ടിൽ കയറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം, അവിടെ നിന്ന് നല്ല രസമാണ്. ഞാൻ ആദ്യം ഒന്നും കയറിയില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിൽ തട്ടി കയറിയുമ്പോഴേക്കും തണുത്ത കാറ്റുകൊണ്ട് നമ്മൾ വിറയ്ക്കും, നമ്മുടെ കയ്യിൽ ഫോണൊന്നും ഇരിക്കില്ല. അപ്പം ഞാൻ ആദ്യം താഴെയൊക്കെ തന്നെ നടന്നത്, ആളുകൾ വന്നിരുന്ന് കാണുന്നുണ്ടോ. ഫുഡ് ചോദിച്ചാൽ അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ സൈഡിൽ കഫേ ഉണ്ട്, കഫേയിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കഴിക്കാം. കോഫി, ടീ, സ്നാക്സ് എല്ലാം നമുക്ക് കിട്ടും, കൊക്കക്കോള, പെപ്സി എല്ലാം കിട്ടും. പിന്നെ സൈഡിൽ വാഷ്റൂംസ് ഉണ്ട് ബോട്ടിൽ, അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ റിലാക്സ് ചെയ്യാം. ഇത് ബോട്ടിൻ്റെ ഉള്ളിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഇത്രയും ഏരിയ ഉണ്ട് ഒരു ബോട്ട് എന്ന് പറയുമ്പോൾ കേട്ടോ. നല്ല നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ ഇരിക്കാം, സൈഡിൽ വേണമെങ്കിൽ ഇരിക്കാം. അന്ന് അതിലൊരു വെഡിങ് എൻഗേജ്മെൻറ്റ് നടന്നു, ഈ ത്രൂ ഈ ജേണിയുടെ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൈയടിച്ച് വിഷ് ചെയ്തു, അങ്ങനെയൊക്കെ. താഴത്തെ നിലയിലാണ് വാഷ്റൂംസ്, അതിലാണ് ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങും ചെയ്യുന്നത്, കണ്ടില്ലേ. നമ്മുടെ ടീം മെമ്പേഴ്സാണ് ആ നീല തൊപ്പി വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ 2 കൽപ്പിച്ച് മുകളിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ഇതൊന്നും ഇനി ജീവിതത്തിൽ 2ാമതും കിട്ടിയില്ലെങ്കിലോ. മുകളിലത്തെ നിലയിലേക്ക് പോയി. അപ്പോഴേക്കും എൻ്റെ ബോഡി കുറച്ചുകൂടി തണുപ്പിനോട് അഡ്ജസ്റ്റായി. ഞാൻ പിള്ളേരുടെ കയ്യിലെ ഗ്ലൗസ് വാങ്ങി ഞാൻ ഇട്ടു. ഞാൻ ഗ്ലൗസ് എടുത്തിട്ടുണ്ടായില്ല, ഞാൻ ഗ്ലൗസ് ഇട്ടു. അപ്പോൾ പിന്നെയും സഹിക്കാവുന്ന രീതിയിലായി. ക്യാപ്പ് 1 കൂടി ഇട്ടു. മങ്കി ക്യാപ്പിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്പും കൂടി ഞാൻ ഇട്ടു, ഡബിൾ ക്യാപ്പ് ഇട്ടു. അപ്പോൾ പിന്നെ എനിക്ക് നിൽക്കാനായി. അതിൻ്റെ മുകളിൽ നിന്ന് നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ. ശരിക്കും ഓപ്പൺ എയറിൽ ആ റിവറിൻ്റെ ഭംഗിയും ഈഫൽ ടവറിൻ്റെ ഭംഗിയും സൈഡിലൂടെ പോകുന്ന ബാക്കി ബോട്ടുകൾ ഒക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ അതിൽ കയറുമ്പോൾ വേറൊരു പ്രത്യേകത ഉള്ളത്, നമുക്കൊരു ഹെഡ്സെറ്റ് തരും. അതിനകത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് കണക്ട് ചെയ്തിട്ട് ആ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ റിസീവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോട്ട് അതിൽ പാസ് ചെയ്യുമ്പം ഓരോ സ്ഥലങ്ങളിലൂടെയും ബോട്ട് പാസ് ചെയ്യുമ്പം നമുക്ക് ആവശ്യമുള്ള ലാംഗ്വേജിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, ഫ്രഞ്ചിലാണെങ്കിൽ ഫ്രഞ്ചിൽ, ജർമ്മനിയിലാണെങ്കിൽ ജർമ്മനിയിൽ, ഇറ്റാലിയനിലാണെങ്കിൽ ഇറ്റാലിയനിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആ ഫെസിലിറ്റി ഒന്നും നമ്മൾ ഉപയോഗിച്ചില്ല. അതിന് പ്രധാന കാരണം തണുപ്പായിരുന്നു. അതൊന്നും കേൾക്കാനുള്ള ക്ഷമയില്ലാതായിപ്പോയി, കാരണം അത്രയും തണുപ്പ് സഹിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ ഐസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ നിന്ന്. അധികം താമസിയാതെ ഞാൻ താഴോട്ട് പോകും. ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ടായിരുന്നു. എല്ലാവരും കട്ടിയുള്ള ജാക്കറ്റ് ധരിച്ചിരിക്കുന്നത് കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ വരെ അത് ഇടിച്ചിട്ടുണ്ട്. കണ്ടോ, തണുത്തിട്ട് എൻ്റെ കൈ വിറയ്ക്കുന്നതാണ് കാണുന്നത്. കൈ കുറച്ച് കഴിയുമ്പം മരവിച്ചു പോവും, കൈ മരവിച്ചു പോവും. മമ്മിയൊക്കെ അനങ്ങാൻ പറ്റാതെ ഇരിക്കുകയാണ് തണുത്തിട്ട്. അങ്ങനെ നമ്മുടെ ജേർണി കംപ്ലീറ്റ് ആയി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കാണ്.
അപ്പോൾ വീണ്ടും കാണാം, ഇനിയും വരാം എന്നുള്ള ചിന്തയോടെ ഞങ്ങൾ പുറത്തേക്ക്. അപ്പോൾ ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ.